ഒന്നുമില്ലെന്ന് ആന്റി വെറുതെ പറയുന്നതാ. എന്തോ ഒരു സങ്കടം ഉള്ളിലുണ്ടെന്ന് ഈ മുഖം കണ്ടാൽ അറിയാലോ. ഡേ, കാര്യം എന്താന്ന് വെച്ചാ എന്നോട് പറഞ്ഞു. ആരോടെങ്കിലും ഷെയർ ചെയ്താ നമ്മുടെ വിഷമങ്ങളൊക്കെ നേരെ പകുതിയാവുന്ന ആന്റി തന്നെയല്ലേ കുഞ്ഞുനാളില് ഞങ്ങക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് വേഗം പറഞ്ഞ കാര്യം എന്താന്ന് പറ. ഒന്നുമില്ല മാളു, എനിക്കൊരു പ്രശ്നവും ഇല്ല. ഒക്കെ മോൾക്ക് വെറുതെ തോന്നുന്നതാ. അത് ഞാൻ സമ്മതിക്കില്ല. VP അങ്കിളിനോട് വഴക്ക് വല്ലതുണ്ടായ ആന്റി? VP ആയിട്ട് എന്ത് വഴക്ക്? ഒന്നുമില്ല കുട്ടി. രാവിലെ നമ്മൾ തമ്മിൽ കുറച്ചു നേരം സംസാരിച്ചു. പതിവ് പോലെ അത്ര സുഖകരമായിട്ടല്ല അവസാനിച്ചത്. അപ്പുവിന്റെ കാര്യമായിരുന്നോ? ഈയിടെയായി ഞങ്ങൾ എന്തിനെ പറ്റി സംസാരിച്ചാലും അതൊടുവിൽ അപ്പുവിന്റെ കാര്യത്തിലല്ലേ അവസാനിക്കാറുള്ളൂ. ഇതും അതുപോലെ തന്നെയായിരുന്നു. ഇന്നെന്തായിരുന്നു വിഷയം? VP രാവിലെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. കയ്യിലുള്ള നീക്കിരിപ്പൊക്കെ കുറഞ്ഞു വരികയല്ലേ, അതിന്റെ ടെൻഷൻ VPക്കും ഉണ്ട്. അങ്കിള് ക്ലാസ് എടുക്കാൻ പോകുന്നതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലേ? ഇപ്പൊ അങ്കിളിന് പറയത്തക്ക ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ പ്രൊഫഷൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ. ഞാൻ അതേപ്പറ്റി ഒന്നും ചോദിക്കാറില്ല മോളെ. ഭാവിയെ പറ്റി VP എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. കയ്യിലുള്ള സേവിങ്സ് കുറഞ്ഞു വരുന്നതിനെ പറ്റി ആശങ്കയുണ്ട് താനും. ആന്റിയോട് അതേക്കുറിച്ച് എന്തെങ്കിലും സൂചിപ്പിച്ചോ? എന്റെ FD അപ്പുവിന് കൊടുത്തതിനെ കുറിച്ച് സംസാരിച്ചു. VPയുടെ അഭിപ്രായം അത് വേണ്ടിയിരുന്നില്ല എന്നാണ്. അപ്പുവിന് കാശ് കൊടുത്തതിനെക്കാട്ടും VPയെ ചൊടിപ്പിച്ചത് ഞാൻ അപ്പുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതിലാ. ആ സമയത്ത് ആന്റി അത് ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാ. പണം ആവശ്യത്തിന് കയ്യിലുള്ളത് കൊണ്ടല്ലേ അപ്പുവിന്റെ ട്രീറ്റ്മെന്റും സർജറിയും ഒക്കെ ഭംഗിയായി നടക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിൽ ആവശ്യത്തിനുള്ള പണം അപ്പു എങ്ങനെ സംഘടിപ്പിക്കുമായിരുന്നു? അമ്പിമാമനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാവുമല്ലോ. ഞാനും ആ ഒരു ധൈര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പുവിന് ആവശ്യമുള്ള കാശ് അപ്പുവിന്റെ കയ്യിലുണ്ടല്ലോ. ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്ന് VP ചോദിച്ചു മോളെ. അതൊരു യാഥാർത്ഥ്യമാണ്. ചുരുക്കി പറഞ്ഞ ഇനി എല്ലാ കാര്യത്തിനും VPയോട് കാശ് ചോദിക്കാൻ പറ്റില്ല. അതെന്താ പറ്റാത്തത്? ആന്റി സ്വന്തം സന്തോഷത്തിന് വേണ്ടി ദൂർത്തടിച്ചൊന്നുമല്ലല്ലോ ആ കാശ്. അപ്പുവിന് വേണ്ടി കൊടുത്തതല്ലേ? അതൊക്കെ നമ്മുടെ ഒരു ജസ്റ്റിഫിക്കേഷന് വേണ്ടി പറയാവുന്നതേ ഉള്ളൂ മാളു. VPയുടെ കണ്ണിൽ അത് വിത്തെടുത്ത് കുത്തൽ തന്നെയായിരുന്നു. ഒരു പരിധിവരെ അത് ശരിയുമാണ്. വരുമാനം ഇല്ലാതെ ഒരു വീട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോൾ അതൊന്നും അല്ല ആലോചിക്കുന്നത്. സ്വന്തമായിട്ട് റിട്ടേൺസ് കിട്ടുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്നാ. വെരി ഗുഡ്. അങ്ങനെ നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ആലോചിക്കാം ആന്റി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആന്റിക്ക് അതൊരു ആശ്വാസമായിരിക്കും. നമുക്കൊരു പിക്കിൾ യൂണിറ്റോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയാലോ? അതാവുമ്പോ ആന്റിക്ക് വീട്ടിലിരുന്ന് ചെയ്യാലോ. പിക്കിൾ യൂണിറ്റും സ്നാക്സ് യൂണിറ്റും ഒക്കെ നല്ലത് തന്നെയാ. പക്ഷെ അതിന്റെ മാർക്കറ്റിംഗ് സൈഡൊക്കെ മാനേജ് ചെയ്യാൻ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല മാളു. അത് മാത്രമല്ല, അതിലെനിക്കൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. എങ്കിൽ ആന്റിക്ക് കോൺഫിഡൻസ് ഉള്ള കാര്യം എന്താ നോക്ക്, നമുക്ക് ആ വഴി ആലോചിക്കാം. അങ്ങനെ ആലോചിച്ചപ്പോഴാ പഴയ പ്രൊഫഷൻ ഒന്ന് പൊടിതട്ടെടുത്താലോ എന്ന് ആലോചിച്ചത്. അതാവുമ്പോ എനിക്ക് എക്സ്പീരിയൻസും ഉണ്ടല്ലോ. അതൊരു ഗ്രേറ്റ് ഐഡിയ ആണല്ലോ. ആന്റി ഒരു പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻ ആണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഒരു പാർലറും ഭാവിയിൽ അതിനോട് ചേർന്നൊരു ബൊട്ടീക്കും ഒക്കെ ആയാൽ അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള വഴിയൊക്കെ അതിൽ നിന്ന് കിട്ടും. അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ളതല്ല, ലാവിഷായിട്ട് കഴിയാനുള്ളത് നമ്മൾ ആദ്യം നിന്ന് ഒപ്പിക്കുന്ന പറ ആന്റി. പറഞ്ഞപ്പോ എളുപ്പം അങ്ങ് തീർന്നു. ഒരു മിനിമം സെറ്റപ്പിൽ ഒരു പാർലർ സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ കാശ് കുറെ വേണം കുട്ടി. കാശിന്റെ കാര്യം രണ്ടാമതല്ലേ ആന്റി. ആദ്യം നമുക്ക് പെർഫെക്റ്റ് ഐഡിയ വേണ്ടത്. നമ്മുടെ വിഷൻ ക്ലിയർ ആണെങ്കിൽ അതിനുള്ള ഐഡിയ ഒക്കെ താനെ തെളിഞ്ഞോളും. Where there is a will, there is a way എന്നാണല്ലോ. അപ്പോ നമ്മളിത് ഫിക്സ് ചെയ്യുന്നു. ആന്റി ഇക്കാര്യം മനസ്സിലിട്ട് നന്നായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്യും. എന്നിട്ട് ഏകദേശം ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. ഞാനും ആലോചിക്കാം. എത്രയും പെട്ടെന്ന് നമുക്കിത് നടത്തിയെടുക്കണം. നീ എന്താ കുട്ടി പറയുന്നേ? ഞാനൊരു ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് വർക്ക്ഔട്ട് ആക്കിയെടുക്കാൻ കാശ് കുറച്ചാവും മോളെ. എൻ്റെ ഓർണമെന്റ്സ് കുറച്ചുണ്ട്. അത് വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്യാം. എന്നാലും തികയില്ല. ബാക്കി ലോൺ വല്ലതും കിട്ടുമോ നോക്കാം. ആന്റി അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ആന്റി ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. ബാക്കിയൊക്കെ പിന്നെ. എനിക്ക് എത്രയും പെട്ടെന്ന് ഗീതാസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യണം.
ഓക്കെ? നടന്നത് തന്നെ. ഒന്ന് പോമാളൂ. ദേ ആന്റി, ചുമ്മാ പ്രതീക്ഷ തന്നിട്ട് ഇനി നെഗറ്റീവ് അടിക്കല്ലേ. ഞാൻ കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടല്ലോ. അപ്പോഴും ഇതറിയുമ്പോ സന്തോഷാവും. അതെ, പാർലറൊന്നും പച്ച പിടിക്കുമ്പോ എന്നെ അവിടുത്തെ മാനേജർ ആക്കണം കേട്ടോ. അതിന് പാർലർ എന്ന് മനസ്സിലും കടലാസിലും എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. കാശിന് കാശ് വേണ്ടേ കുട്ടി? ദേ ആന്റി, ഇനി കാശിന്റെ കാര്യം മിണ്ടിപ്പോരുത്. ആദ്യം പ്ലാൻ, പിന്നെ അതെങ്ങനെ നടത്തുന്ന ആലോചിക്കാം. ഓക്കെ? നിന്റെ ഈ കോൺഫിഡൻസ് കാണുമ്പോ എനിക്കൊരു ഉഷാറ് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? പിന്നല്ലാതെ. എന്താ അപ്പോ വയ്യേ? ക്ഷീണം തോന്നുന്നുണ്ടോ? ആ, ഇന്ന് കുറച്ചുപേര് നടന്നില്ലേ, അതിന്റെ സാരമില്ല, അതങ്ങ് മാറിക്കോളും. വയ്യെങ്കിൽ പിന്നെന്തിനാ ഇത്രയും ദൂരം നടന്നത്? ചെക്കപ്പിന് പോയപ്പോ കുറച്ചൊക്കെ നടക്കുന്നോണ്ട് കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് കമലേച്ചും കേട്ടല്ലോ. ഓ, അതാണോ അപ്പോ ലൈസൻസായി എടുത്തിരിക്കുന്നത്? അതെ, കുറച്ച് നടക്കുക എന്ന് ഡോക്ടർ ഉദ്ദേശിച്ചത് വീട്ടുമുറ്റത്ത് 3-4 റൗണ്ട് നടക്കുന്ന കാര്യം, അല്ലാതെ ഇതുപോലെ കിതയ്ക്കുന്നിടം വരെ നടക്കാനല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തായാലും നടന്നു പോയില്ലേ, ഇനി വീട്ടിലെത്തും വരെ നടന്നല്ലേ പറ്റുള്ളൂ. കുറച്ചു നാളായില്ലേ കമലേച്ചി തടവ് പുള്ളിയെ പോലെ ആ മുറിയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടാൻ തുടങ്ങിയിട്ട്. ഇതുപോലെ ശുദ്ധവായു ശ്വസിച്ച് കാഴ്ചകളും കണ്ട് കൈവീശി നടക്കാൻ കൊതി തോന്നിയിട്ട് എത്ര നാളായിന്നറിയോ? എന്താ ചിരിക്കുന്നെ? എന്റെ ഈ വട്ട് കേട്ടിട്ടാ? ഏയ് അല്ല, കുട്ടിയുടെ അച്ഛൻ വന്ന് നമ്മുടെ യാത്ര മുടക്കിയില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശുദ്ധവായു ശ്വസിച്ച് നടക്കാൻ പറ്റില്ലായിരുന്നല്ലോ എന്ന് ഓർത്തു പോയതാ. യാത്ര മാറ്റിവെച്ചതുകൊണ്ട് ഇങ്ങനെയും ചില ഗുണങ്ങളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നോക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞല്ല അപ്പോ. അപ്പോ ഉടനെ പൂനെക്ക് പോകാതിരുന്നത് എന്തുകൊണ്ട് നന്നായിന്നേ ഞാൻ പറയും. അപ്പോ ഇപ്പോ ഫിസിക്കലി ആൻഡ് മെന്റലി സ്റ്റേബിളായിട്ട് വരുന്നല്ലേ ഉള്ളൂ. മാനസികമായും ശാരീരികമായും നമ്മൾ പൂർണ്ണമായും ഓക്കെ ആയതിനു ശേഷമേ നമ്മൾ ഇത്തരം സർജറികൾക്കും ഹോർമോൺ ട്രീറ്റ്മെന്റിനും ഒക്കെ വിധേയമാകാവൂ. അതിനുള്ള ഫിറ്റ്നസ് എനിക്കിപ്പോഴും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണല്ലോ നമ്മള് പൂനെക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറായത്. അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷെ അത് അപ്പോഴത്തെ സാഹചര്യത്തിൽ വേണമെങ്കിൽ ആകാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോ തനിക്കതിന്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ സർജറിയിലൂടെ ഈ അവശതയും ക്ഷീണമൊക്കെ പൂർണ്ണമായി റിക്കവറി ചെയ്യാൻ ശരീരത്തിനും മനസ്സിനും ആവശ്യമായ സമയം കൊടുക്കുക. ഇപ്പൊ അതിനുള്ള സമയ സാഹചര്യം അപ്പൂനുണ്ട്. അച്ഛനും അമ്മയും അപ്പൂനെ സ്വീകരിക്കാനും തയ്യാറാ. അവരുടെ സംരക്ഷണയിലും ശുശ്രൂഷയിലും ആവണം ഇനിയുള്ള ട്രീറ്റ്മെന്റ് സർജറിയൊക്കെ. അതിന് അതിൻ്റെതായ ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ പറയാതെ തന്നെ അപ്പൂന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ കേട്ടോ. സാധാരണ പേഷ്യന്റിനോട് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. അപ്പൂനെ അടുത്തറിഞ്ഞപ്പോ, പിന്നെ അപ്പൂന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ എന്തോ ഇതൊക്കെ പറയണമെന്ന് തോന്നി. അതിഷ്ടമില്ലെങ്കിൽ മറന്നേക്ക്. ഇഷ്ടക്കേടൊന്നും ഇല്ല കമലേച്ചി. ചേച്ചി പറഞ്ഞ എന്റെ ഗൗരവം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും എന്തൊക്കെയോ ചില പേടിയും കൺഫ്യൂഷൻസും എന്റെ മനസ്സിനെ അലട്ടുന്നുണ്ട്. അത് അപ്പൂന്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നുണ്ടായ പേടിയെ. ഇത്തരം എക്സ്പീരിയൻസിൽ കൂടി കടന്നു വന്ന ഒരാൾക്ക് ഈ കൺഫ്യൂഷൻസ് സാധാരണമാണ്. ഒരിക്കൽ നമ്മളെ നിഷേധിച്ചവർ വീണ്ടും നമ്മളെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം സ്വീകരിക്കണോ വേണ്ടയോ എന്നൊരു സംശയം. ഞാൻ ഈ പ്രൊഫഷൻ സ്വീകരിച്ചതിന് ശേഷം കുറഞ്ഞതൊരു 10-70 പേഷ്യൻസിനെയെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതും പല പ്രായത്തിലുള്ളവര്, പല സാഹചര്യത്തിൽ നിന്നുള്ളവർ. കൂടുതലും വീട്ടുകാരാൽ ഉപേക്ഷിച്ചവരോ അല്ലെങ്കിൽ സ്വത്തിന്റെ പേരിൽ മാത്രം ബന്ധുക്കൾ സംരക്ഷിക്കുന്നവരോ. അങ്ങനെയൊക്കെയുള്ള കേസാ അധികവും. പരസ്പരം ഒരു ബാധ്യതയാണെന്ന് രണ്ടുപേർക്കും അറിയാം. പക്ഷേ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ജീവിക്കാനുള്ളൊരു വല്ലാത്ത കൊതി ഞാൻ അവരുടെ കണ്ണുകളിൽ കണ്ടിട്ടുണ്ട്. ഉള്ളിലേക്ക് എടുക്കുന്ന അവസാന ശ്വാസത്തിലും ജീവിതത്തോടുള്ള വല്ലാത്ത ആർത്തിയാണത്. അതെല്ലാ മനുഷ്യരിലും ഉണ്ട്. ഇതൊക്കെ ഞാനിപ്പോ എന്തിനാ തന്നോട് പറയുന്നതെന്നാവും അപ്പു ഇപ്പൊ ചിന്തിക്കുന്നത് അല്ലേ? ഈ പ്രായത്തിൽ ജീവിതത്തെ ഇത്രയേറെ ധൈര്യത്തോടെ ഫേസ് ചെയ്യാൻ അപ്പു കാണിക്കുന്ന ഈ ധൈര്യം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പുവിന്റെ സ്ഥാനത്ത് ചിലപ്പോ മറ്റാരായിരുന്നാലും ഇത്രയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ജീവിതം തന്നെ അവസാനിപ്പിച്ചേനെ. എല്ലാം മതിയാക്കി പോയവരെയും കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാനും അതേക്കുറിച്ചൊക്കെ ആലോചിച്ചതാ.
അറ്റംപ്റ്റ് നടത്തിയതുവാ. ചേച്ചി പറഞ്ഞതുപോലെ ജീവിതത്തോട് അത്രമേലൊരു ആർത്തി ഉള്ളതുകൊണ്ടാണോ തിരിച്ചു വന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം എൻ്റെ വാശിയായിരുന്നു. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാനായി ജീവിക്കണമെന്ന്. അങ്ങനെ ജീവിച്ചിട്ടേ ഞാൻ ഈ ലോകത്തോട് സലാം പറയുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ജീവിക്കും. പക്ഷേ ആ ജീവിതം തനിച്ചായി പോവരുത്. മറ്റുള്ളവരെ കാണിക്കാനും വേണ്ടിയാവരുത്. നമ്മളെ സ്നേഹിക്കുന്നവർക്കൊപ്പം അവർക്ക് വേണ്ടി ജീവിക്കണം. അത് അവർക്ക് കൂടി ബോധ്യപ്പെടണം. എങ്കിലേ നമുക്കൊരു സക്സസ്ഫുൾ ലൈഫ് ഹിസ്റ്ററി ഉണ്ടാവും. കമലേച്ചി ആള് കൊള്ളാല്ല. വെറുതെ അല്ല അമ്പിമാമന്റെ സംഘത്തിൽപ്പെട്ടത് അല്ലേ? പറഞ്ഞു തീർന്നില്ല, ദേ വിളിക്കുന്നു. അമ്പിമാമ. അപ്പോ നീ എവിടാ? എന്താ ഇത്ര ലേറ്റ് ആവുന്നേ? ഞങ്ങൾ എത്താറായി. ചുമ്മാ കഥകളൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു. എന്നാ വേഗം വന്നേ, ഒരു വിസിറ്റർ ഉണ്ട് കേട്ടോ. ആരാ അമ്പിമാമ? BP ആണോ? അതൊക്കെ ഉണ്ട്, നീ വേഗം വന്നേ. ആള് നിന്നെ കണ്ടിട്ടേ പോവെന്ന് പറഞ്ഞിരിക്കുക. എന്താ അപ്പോ അംബിസാർ എന്തിനാ വിളിച്ചത്? ആരോ കാണാൻ വന്നിട്ടുണ്ടെന്നോ. BP ആവും. തിളച്ച വെള്ളത്തിൽ ചായപ്പൊടി ഇട്ടാ കട്ടൻ ചായ ആവുമെന്നുള്ള വിശ്വാസത്തിൽ ഒപ്പിച്ചതാ. തനിക്ക് ഇഷ്ടമാവോ എന്നറിയില്ല. അപ്പൊ എന്താ ലേറ്റ് ആവുന്നു? ഞാൻ വന്ന കാര്യം അമ്പിമാമൻ പറഞ്ഞില്ലേ? എത്താറായെന്നാ വിളിച്ചപ്പോ പറഞ്ഞത്. കാണാനൊരു ഗസ്റ്റ് ഉണ്ടെന്നല്ലാതെ വന്നത് താനാണെന്ന് പറയാത്തത് താനും കേട്ടതല്ലേ. ഇനി അത് പറഞ്ഞ അപ്പോ ഇങ്ങോട്ട് വരാതിരിക്കണ്ട എന്ന് കരുതി. എന്നാലും വന്നത് താനാണെന്ന് ഒരു ഊഹം കിട്ടിയിട്ടുണ്ട് ആൾക്ക്. അതെന്താ അമ്പിമാമ, അവൾക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമല്ലെന്നാണോ? ദേ, ഇപ്പൊ താൻ എന്നോട് അവള് മോള് എന്നൊക്കെ പറഞ്ഞതിരിക്കട്ടെ. അപ്പു വരുമ്പോ അറിയാതെ പോലും തന്റെ വായിന്ന് അങ്ങനെയൊന്നും വന്നേക്കരുത്. വെറുതെ വന്നു കയറുമ്പോഴേ മൂട് കളയാൻ നിൽക്കരുത്. അത് ഞാൻ ശ്രദ്ധിക്കാം. അമ്പിമാമൻ ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അപ്പൂനിപ്പോഴും എന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. BP, തന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ. അപ്പൂന്റെ കാര്യത്തിലുള്ള തന്റെ ഈ അനാവശ്യ ധൃതിയുണ്ടല്ലോ, അത് ആദ്യം ഒഴിവാക്ക്. മനസ്സിലായില്ല. അത് താൻ വിചാരിക്കുന്നത് പോലെ വിചാരിക്കുന്ന സമയത്ത് അപ്പു പെരുമാറണമെന്നുള്ള തന്റെ ഈ വാശിയുണ്ടല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നു മാത്രമല്ല, എടോ കാര്യങ്ങളെ അത് വഷളാക്കുകയും ചെയ്യും. ഞാൻ എന്ത് ധൃതി കാണിച്ചെന്നാ പറയുന്നത്? അപ്പൂനോട് വീട്ടിലേക്ക് മടങ്ങി വരാൻ പറയുന്നതിൽ എന്ത് തെറ്റാവുള്ളതെന്ന് എനിക്കിനിയും മനസ്സിലാവുന്നില്ല. തനിക്കിത് എന്താടോ പറ്റിയത്? ഞാൻ പറയുന്നതല്ല താൻ മനസ്സിലാക്കുന്നത്. താൻ പറഞ്ഞത് തെറ്റാണെന്നല്ല. അപ്പൂനെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത് ഇങ്ങനെയാണോ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ എങ്ങനെ വേണമെന്ന് അമ്പിമാമൻ പറ, ഞാനതുപോലെ ചെയ്യാം. BP, തന്നെ പോലൊരാൾക്ക് ഞാൻ എന്ത് ബുദ്ധി ഉപദേശിച്ചു തരാനാടോ? ആദ്യം അപ്പൂനെ തന്റെ വീട്ടിലേക്കുള്ള വഴിയെ നടത്താനല്ല ശ്രമിക്കേണ്ടത്. തന്റെ മനസ്സിലേക്കുള്ള വഴിയെ അപ്പൂനെ കൊണ്ടുവരാൻ നോക്ക്. കുറച്ചു നാളായി അപ്പു സ്വയം ഉപേക്ഷിക്കുകയോ മറക്കുകയോ ചെയ്തൊരു വഴിയാണത്. ഒരു കാര്യം താൻ ശ്രദ്ധിച്ചോ? തന്നോടുള്ള ഈ അകൽച്ചയും ദേഷ്യവും ഒക്കെ പുറമേ കാണിക്കുമ്പോഴും ഉള്ളിൽ അച്ഛനെക്കുറിച്ച് അപ്പൂനൊരു കൺസേൺ ഉണ്ട്. ആ കരുതലില്ലായിരുന്നെങ്കിൽ അപ്പു ഇത് എപ്പോഴേ പൂനെയിലെത്തുമായിരുന്നു. ആ യാത്ര ഉപേക്ഷിച്ച സ്ഥിതിക്ക് അപ്പൂൻ എന്തുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വന്നൂടാ? ഇനിയും എന്തിനും ഇവിടെ എങ്ങനെ കഴിയണം? ഇനി അവൾ ആഗ്രഹിക്കുന്ന പോലെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ അത് വീട്ടിൽ നിന്നും ആവാലോ. കമലേച്ചോട് ഞാൻ പറഞ്ഞില്ലേ, അത് VP തന്നെ ആയിരിക്കുന്നു. ദേ, തന്റെ സംശയങ്ങളൊക്കെ നേരിട്ട് തന്നെ അങ്ങ് ചോദിക്ക്. പക്ഷേ ചോദിച്ചും പറഞ്ഞും രണ്ടുപേരും തമ്മിൽ മുഷിച്ചിലാകരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ.
എന്താ അപ്പു, ഇത്ര വൈകിട്ടാണോ മോർണിംഗ് വാക്കിന് പോകുന്നത്? നടക്കാനാണെങ്കിൽ പുലർച്ചെ എഴുന്നേറ്റ് പോകണം. അതാ കൂടുതൽ നല്ലത്. BP എന്തിനാ വന്നേ? ഞാൻ ഇവിടെ അടുത്ത് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇവിടെ ഒന്ന് കയറി നിന്നെയും കണ്ടിട്ട് പോവാന്ന് കരുതി. ഇനി അങ്ങനെ കൂടെ കൂടെ ഇവിടെ അടുത്ത് വരേണ്ട ആവശ്യം ഉണ്ടാവോ? ഉണ്ടെങ്കിൽ പറയണം. എനിക്ക് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലം നോക്കാനാ. അപ്പോ ഇത്രയ്ക്ക് അങ്ങ് അവഗണിക്കാൻ മാത്രം അച്ഛൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? കഴിഞ്ഞതെല്ലാം മറക്കണമെന്ന് നിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കണോ ഞാൻ? മറവി ചിലർക്കൊരു അനുഗ്രഹ, മറ്റു ചിലർക്കത് ശാപവും. BP ആദ്യത്തെ ഗണത്തിൽപ്പെടും. പക്ഷെ അത്ര പെട്ടെന്ന് കഴിഞ്ഞതൊന്നും മറക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ലല്ലോ. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. എന്നോടിങ്ങനെ പിണങ്ങുമ്പോഴും എനിക്ക് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് നീ തയ്യാറാവുന്നുണ്ടല്ലോ. അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പൂനെയിലേക്കുള്ള യാത്ര മാറ്റിവെച്ചതാണ് വിട്ടുവീഴ്ച എന്നതുകൊണ്ട് BP ഉദ്ദേശിക്കുന്നെങ്കിൽ അതങ്ങനെയല്ല. ഒരു യാത്രയ്ക്ക് പറ്റിയ മാനസികാവസ്ഥയിലല്ലാത്തതുകൊണ്ട് മാത്രമാണ് ആ യാത്ര ഞാൻ പോസ്റ്റ്പോൺ ചെയ്തത്. മാനസികമായി ഞാൻ പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് ഏറ്റവും അടുത്ത് തന്നെ ആ യാത്ര ഉണ്ടാവും. ഇല്ലപ്പോ, നിനക്കങ്ങനെ ഞങ്ങളെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല. എന്റെ കാര്യം വിട്ടേക്ക്. അമ്മ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? നിന്നെ ഓർത്ത് എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ട് ഗീത, അതറിയോ? അമ്മ സങ്കടപ്പെടുന്നുണ്ടെന്ന് VPക്ക് എങ്ങനെ മനസ്സിലായി? അമ്മ പറഞ്ഞോ അതോ BP അങ്ങോട്ട് പോയി ചോദിച്ചോ? എല്ലാ കാര്യങ്ങളും അങ്ങനെ ചോദിച്ചും പറഞ്ഞല്ലല്ലോ മനസ്സിലാക്കേണ്ടത്. ഓ, അപ്പോ അങ്ങനെ പറയാതെയും ചോദിക്കാതെയും മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ VPക്ക് ഉണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? സോറി, അതൊക്കെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോ നീ എന്താ ഇങ്ങനെ? ഇനി ഞാൻ എങ്ങനെ നിന്നോട് മാപ്പി ചോദിക്കണ്ടത്? എന്ത് ചെയ്താലാണ് നിനക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുന്നത്? ഞാൻ എന്തിനും തയ്യാറാ. പറ അപ്പോ. ഒറ്റ കാര്യം മാത്രം നീ എനിക്ക് വേണ്ടി, അല്ല ഞങ്ങൾക്ക് വേണ്ടി ചെയ്താൽ മതി. ഇനി നീ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഇപ്പൊ ഈ പറഞ്ഞ ഞങ്ങളെന്ന് ഉദ്ദേശിച്ചത് സ്വന്തം ഭാര്യയുടെ കാര്യമാണോ? ആ ഞങ്ങളിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെന്ന് എനിക്കൂടി ബോധ്യമാവട്ടെ. തിരിച്ചു വരുന്ന കാര്യം ഞാൻ അന്നേരം ആലോചിക്കാം. എനിക്ക് പരിചയമുണ്ടായിരുന്നു. സ്നേഹവും ആദരവും സ്വകാര്യമായ അഹങ്കാരം പോലും തോന്നിയിരുന്ന ഒരു VPയും ഗീതാലക്ഷ്മി ഉണ്ടായിരുന്നു പണ്ട്. ഒരാളുടെ നോട്ടത്തിൽ നിന്ന് പോലും മറ്റൊരാളുടെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയുന്നത്ര പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും കഴിഞ്ഞിരുന്നവർ. ഇന്നവർ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട്, ഉണ്ണുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. പക്ഷേ 2 ധ്രുവങ്ങളിലാണെന്ന് മാത്രം. എനിക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയി തീർന്നത്. അതുകൊണ്ട് തന്നെ മടങ്ങി വന്നാലും നിങ്ങൾക്കെന്നെ പഴയതുപോലെ സ്വീകരിക്കാനും സ്നേഹിക്കാനും ഒന്നും പറ്റിയെന്ന് വരില്ല. വീണ്ടും പരസ്പരം അഭിനയിച്ചും നോവിച്ചും നിങ്ങളുടെ ഇടയിൽ വീർപ്പ് മുട്ടി കഴിയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഇല്ലപ്പോ, നീ കരുതും പോലെ ഇപ്പൊ ഞാനും ഗീതയും തമ്മിൽ ഒരു പ്രോബ്ലം ഇല്ല.